ഷാഫി പറമ്പലിന്റെയും ബി കെ ശ്രീകണ്ഠൻ എംപിയുടെയും പേര് പറഞ്ഞ് പാലക്കാട് നഗരസഭാ കൌൺസിലർ പ്രശോഭ് സി വത്സൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിക്കാരി തന്റെ മുന്നിൽ വെച്ച് പ്രശോഭ് ഷാഫി പറമ്പലിനെ വീഡിയോ കോൾ ചെയ്തു. ജോലി വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചത്. പരാതി നൽകിയതിന് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നും യുവതി പരാതിയിൽ പറയുകയാണ്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഇപ്പോൾ ഈ പരാതിയിൽ അവർ ഈ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പേരുകൾ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിസന്ധിയിലാവുകയാണോ കോൺഗ്രസ് നേതൃത്വം? തീർച്ചയായും ഈ ദളിത് യുവതിയുടെ ആരോപണത്തിൽ നിന്ന് ആ രീതിയിൽ വേണം. കാരണം പാലക്കാട് നഗരസഭാ കൗൺസിലറായിട്ടുള്ള പ്രശോഭ് സി വത്സനൻ ജോലി വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചത് എന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസമാണ് യുവതി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ പ്രശോഭിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മറ്റു ചുമതലകളൊന്നുമില്ല പ്രശോഭിന് എന്ന് പറയുമ്പോഴും യുവതിയുടെ ഈ ആരോപണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അയാൾക്ക് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ്. ഷാഫി പറമ്പിലിന്റെയും വി കെ ശ്രീകണ്ഠന്റെയും പേരൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് അതിജീവിതയുടെ പരാതിയുള്ളത്. മാത്രമല്ല തന്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ ഷാഫി പറമ്പിലിനെ ഇയാൾ പ്രശോഭ് സി വത്സനൻ വീഡിയോ കോൾ ചെയ്തു എന്നൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. കോൺഗ്രസിനെ ഉൾപ്പെടെ നേതാക്കളെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ഈ യുവതി രംഗത്ത് വന്നിട്ടുള്ളത്. ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു പീഡിപ്പിച്ചത്. പരാതി നൽകിയതിനു ശേഷം പ്രശോഭ് സി വത്സനൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോവുകയായിരുന്നു എന്ന ഒരാരോപണവും ഇപ്പോൾ നിലവിലുണ്ട്. ഇയാൾക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും അയാൾ ഇപ്പോഴും പാലക്കാട് നഗരസഭാ കൗൺസിലറായി തുടരുകയാണ്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യം പ്രശോഭാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ പീഡനാരോപണം വരുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി യുവതി തന്നെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ KPCC ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ മറുപടി പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠൻ എംപിയും പാലക്കാട് പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നതിനൊപ്പം തന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് ഷാഫി പറമ്പിൽ എംപി. രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ വന്ന സമയത്തായാലും ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് ചേർത്ത് ഒരുപാട് വിഷയങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പമാണ് മറ്റൊരു പീഡനാരോപണം കൂടി വരുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കുന്നു, നിരവധി തവണ പല ഘട്ടങ്ങളായി പീഡിപ്പിക്കുന്നു, ഗർഭം അലസിപ്പിക്കാൻ ഗുളിക വാങ്ങിത്തരാമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പീഡിപ്പിച്ച ഈ കൗൺസിലറായിട്ടുള്ള പ്രശോഭ് സി വത്സൻ പറഞ്ഞത് എന്ന ആരോപണമായിരുന്നു ആദ്യഘട്ടത്തിൽ യുവതി വെളിപ്പെടുത്തിയത്. ഇപ്പോൾ വീണ്ടും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. അത് കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും നേരെ രംഗത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു പ്രതിസന്ധിയിലാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ ഉൾപ്പെടെയുള്ള മറുപടികൾ ഈ വിഷയത്തിൽ തേടേണ്ടതുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വിശദീകരണം നിലവിൽ ഈ ഷാഫി പറമ്പലിന്റെയോ വി കെ ശ്രീകണ്ഠന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു മറുപടി പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ കൗൺസിലർ സ്ഥാനം പ്രശോഭ് സി വത്സൻ രാജിവെക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തങ്കപ്പൻ DCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട സമയത്ത് അതൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രശോഭ് തന്നെയാണ് ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. പ്രാഥമിക അംഗത്വമുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റു ചുമതലകളൊന്നും പ്രശോഭിനില്ല എന്നൊരു മറുപടി പറഞ്ഞൊഴിയുകയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും ആരോപണം കൂടുതൽ കടുക്കുന്ന ഭാഷയിലാണ് മുന്നോട്ടേക്ക് വരുന്നത്. അതിനെന്തായാലും മറുപടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ നേതൃത്വം എത്തിയിട്ടുള്ളത്. അടുത്ത നിമിഷം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കോൺഗ്രസിൽ ഉന്നതരായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തേടാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തായാലും ഈ യുവതിയുടെ ആരോപണം ഉണ്ടായതിനെ തുടർന്ന് അത് മാധ്യമങ്ങളിൽ വാർത്തയായതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പ്രശോഭനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒട്ടും അമാന്തിക്കാതെ ആ പ്രശ്നത്തെ ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത്തരത്തിലൊരു നടപടി. പക്ഷേ അപ്പോഴാണ് വീണ്ടും ഒരു ആരോപണം ഇത്തരത്തിൽ യുവതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മുതിർന്ന നേതാക്കളെ അടക്കം അവരുടെ പേര് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു ആരോപണം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ്ടും ഒരു പ്രതിസന്ധിയായിട്ട് മുന്നിലിങ്ങനെ നിൽക്കുകയല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. തങ്കപ്പൻ DCC പ്രസിഡന്റ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. മറ്റു പരാതികളൊന്നും വരാതെ തന്നെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി, പ്രശോഭ് സി വത്സനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഉയർന്ന ആരോപണം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നടപടി, ഒരു മുമ്പേ എറിയുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു നടപടിയായിരുന്നു ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. പ്രാഥമിക അംഗത്വം മാത്രമുള്ള പ്രശോഭിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു, പാർട്ടിക്ക് ഇതിൽ അയാളെ കൂടെ നിർത്തേണ്ട ഒരു കാര്യവുമില്ല എന്ന രീതിയിലുള്ള നടപടികൾ എടുക്കുന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിലുള്ള സമീപനം. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ പിന്നീട് പെൺകുട്ടി വീണ്ടും സജീവമായി മുന്നോട്ടേക്ക് വരികയാണ്, പരാതിയുമായി ബന്ധപ്പെട്ട് സജീവമായി മുന്നോട്ടേക്ക് വരികയാണ്. ഷാഫി പറമ്പിലിനും ഈ പറയുന്ന പോലെ വി കെ ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറയുന്നാൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വാധീനിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവരുൾപ്പെടെ
ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള പരാതിയുമായിട്ടാണ് യുവതി വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത് എന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ വിശദീകരണം എന്നത് കേരളം കാതോർക്കുന്ന ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും തേടുന്ന ഒരു വിഷയം കൂടിയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മറുപടികൾക്കായി നമ്മൾ ഇരുവരെയും സമീപിക്കും. മാത്രമല്ല കോൺഗ്രസിന്റെ KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.